ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ മൈഗ്രെയിൻ ഷോ. തലവേദന ആയതുകൊണ്ടാണ് ഈ തലയെല്ലാം കെട്ടിവെച്ച് നിൽക്കുന്നത്. അന്ന് വീഡിയോ എടുക്കണോ വേണ്ടോ എന്നുള്ള ചിന്തയിലായിരുന്നു അന്ന് ആലോചിച്ചത്. ഒടുവിൽ ഞാൻ തീരുമാനിച്ച് വീഡിയോ എടുക്കാൻ. എൻ്റെ മസാല ദോശയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഒരു അവധി ദിവസം കിട്ടുമ്പോൾ അല്ലെങ്കിലും ആ ദിവസത്തിന് മൂഡ് കളയാനായിട്ട് മൈഗ്രെയിൻ എവിടുന്നെങ്കിലും ചാടി വരും. അപ്പോൾ മസാല ദോശയ്ക്ക് നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. കിഴങ്ങ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര ഐറ്റംസാണ് എടുക്കുന്നത്. അതിൽ ചിലർ ഇതിടാറില്ല, പക്ഷേ നമ്മുടെ ഇവിടെ ആര്യസ് ഹോട്ടലിലേക്ക് ഇങ്ങനെ ബീറ്റ്റൂട്ട് ഇടുമല്ലോ. അതെൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ബീറ്റ്റൂട്ട് കൊണ്ടുള്ള മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെ കുക്കർ അടുപ്പ് വെച്ച് ചൂടായപ്പോൾ ഒരു വെജിറ്റബിൾ ഓയിലൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് സാധനങ്ങളെല്ലാം പെറുക്കിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി ഒരല്പം വെള്ളവും കൂടി ചേർത്ത് അങ്ങ് കുക്കർ അടച്ച് വയ്ക്കും. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ്. നമ്മുടെ കാക്കച്ചേട്ടനോട് കഥയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോഴേക്കും വിസിൽ വന്നു കേട്ടോ. 2 വിസിലടിച്ചപ്പോഴത്തേക്കും സംഭവം സെറ്റായി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പിന്നെ അതങ്ങ് ഒരു ചീനച്ചട്ടിയിലൂടെ, എനിക്ക് കുക്കറിൽ തന്നെ അങ്ങ് പറ്റിച്ചെടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷേ അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വേറെ ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ച്, നമ്മൾ എണ്ണയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ചൊന്നും വേണ്ട. അപ്പോൾ ഞാനതങ്ങ് പറ്റാൻ വെച്ചിട്ട് കുക്കർ അപ്പം തന്നെ കഴുകണം. എനിക്ക് പാത്രം കൂടി കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. മസാല നമുക്ക് അവിടെ ഒരു സൈഡിൽ മൂടി വയ്ക്കാം. ഇനി ദോശയുടെ പണിയിലോട്ട് കിടക്കാം. നമ്മുടെ ദോശക്കല്ല് ഒരു ചെറിയ ദോശക്കല്ലാണ്, എന്നാലും അതിലാണ് ഞാൻ ചെയ്യുന്നതെല്ലാം. അത്യാവശ്യം നമുക്ക് പറ്റുന്ന വലിപ്പത്തിനുള്ള മസാല ദോശയൊക്കെ കിട്ടും കേട്ടോ. ഒരു വലിയ മസാല ദോശയ്ക്ക് പറ്റിയൊരു കല്ല് വാങ്ങണമെന്നുണ്ട്. ഇനി അത് വാങ്ങിയിട്ട് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ പരത്തി അത് അല്പം മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ അതിലോട്ട് ഇച്ചിരി നെയ്യൊക്കെ തടയി കൊടുക്കുകയാണ്. എന്നിട്ട് അത് ഓക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മസാല അങ്ങ് കുറച്ച്, ഒത്തിരി മസാലയൊന്നും വെക്കരുത്, അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാൻ. ആവശ്യത്തിനുള്ള ഒരല്പം മസാല വെച്ചിട്ട് അതങ്ങ് മറിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേ തന്നെ മസാല അങ്ങ് സെറ്റായി എല്ലാം ഉറച്ചിരിക്കും. എന്നിട്ട് അത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുന്നു. ഇനി നമുക്ക് പതുക്കെ ഈ മസാല ദോശയ്ക്ക് ഒരു ചമ്മന്തി വേണ്ടേ, ഒരു വെള്ള ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്ത് ഇച്ചിരി ഉള്ളിയും ഇഞ്ചി പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് ഒരു ചെറിയ കുഞ്ഞി ചമ്മന്തി, ഞങ്ങൾക്ക് 2-3 പേർക്ക് മതിയല്ലോ, ഒരിച്ചിരി ചമ്മന്തി മതി. അപ്പോൾ ഒരിച്ചിരി തേങ്ങയും എടുത്തു. അങ്ങനെ ചമ്മന്തി റെഡിയായി. അതൊന്ന് താളിച്ചെടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് താളിച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ വീട്ടുകാർക്ക് അങ്ങ് സന്തോഷത്തോടു കൂടി വിളമ്പുക. എൻ്റെ കപ്പടം വിശക്കാരൻ ഹബ്ബി അത് സന്തോഷത്തോടെ കഴിക്കുന്ന കാണുമ്പോൾ ഒരു ആനന്ദം. എൻ്റെ തലവേദന അങ്ങ് മാക്സിമം ആയിട്ടുണ്ട്. ഇനിയൊന്ന് കിടക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.